ലിപ്സ്റ്റിക് എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആക്കാം? നോർമലി അറിയാം, നമുക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതനുസരിച്ച് പല സമയത്തും ഷെയ്ഡ് കറക്റ്റായിട്ട് വരത്തില്ല, അതുപോലെ ലിപ്പ് കവർ ചെയ്ത് നിൽക്കത്തില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യാം? ഐബ്രോ പെൻസിൽസും മറ്റും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഒന്ന് ലിപ്പ് ലൈനർ യൂസ് ചെയ്ത് നിങ്ങൾ ലൈൻ കൊടുക്കുക. അതിനുശേഷം ചെയ്യാനുള്ളത് നമ്മുടെ സൺസ്ക്രീൻ ഉള്ളോ, ലിപ് സൺസ്ക്രീൻ ഇല്ല എങ്കിൽ ഏതെങ്കിലും മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബെസ്റ്റ് പ്രോഡക്റ്റ്, നല്ലൊരു പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്ത് പ്രോബ്ലം ഒന്നും ഇല്ലാത്ത മോയ്സ്ചറൈസർ ലിപ്പിൽ യൂസ് ചെയ്യുക. ഫുൾ കവർ ചെയ്ത്, ഫേസിൽ യൂസ് ചെയ്യുന്നത് ഫുൾ കവർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വേണം നമ്മുടെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ. ഇല്ലെങ്കിൽ പ്രശ്നം എന്താ, ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് ഇടകളിൽ, അതായത് ചില സ്ഥലങ്ങളിൽ ഷെയ്ഡ് ഫുൾ കവർ ചെയ്ത് വരത്തില്ല. അപ്പോൾ നമുക്കൊരു ബോറായിട്ട് തോന്നും. കുറച്ച് സ്ഥലങ്ങളിൽ ലിപ്സ്റ്റിക് ഷെയ്ഡ് ആയിട്ടുണ്ട്, കുറച്ച് സ്ഥലങ്ങളിലായിട്ടില്ല, അങ്ങനത്തെ ഒരു പ്രോബ്ലം വരും. അതുകൊണ്ടാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് ഫുള്ളൊന്ന് കവർ ചെയ്തതിന് ശേഷം ലിപ്പിൽ എപ്പോഴും ലിപ്സ്റ്റിക് യൂസ് ചെയ്യുക. ഫേസിൽ സൺസ്ക്രീനും മോയ്സ്ചറൈസറും കൂടെ കൊണ്ട് നടക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോഴും എപ്പോഴും നമ്മുടെ കയ്യിൽ മോയ്സ്ചറൈസർ വേണം, ഇല്ലെങ്കിൽ ഭയങ്കര വൾഗറായിട്ട് തോന്നും. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ യൂസ് ചെയ്തത് ഷുഗറിൻ്റെയാണ്, പക്ഷേ ഷുഗറിൻ്റെ പെർഫെക്റ്റ് ആണ് കേട്ടോ, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. കുറച്ച് ലോങ് ലാസ്റ്റിങ്ങും ആണ്. ഫേസിൽ വേർത്ത് നമ്മുടെ ലിപ്സ്റ്റിക്ക് ഫുള്ള് കവറിൽ തുടയ്ക്കുമല്ലോ, എന്നാലും കുറച്ചങ്ങനെ നമ്മുടെ ലിപ്പിൽ ലിപ്സ്റ്റിക്ക് കാണും. അപ്പോൾ ഇത് യൂസ് ചെയ്യാം, നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ യൂസ് ചെയ്യേണ്ട ട്രിക്ക് എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ പെർഫെക്ഷനോട് കൂടി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇനി യൂസ് ചെയ്യാം.